ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബോളിവുഡിലെ ഫേമസ് നടിയായിട്ടുള്ള പ്രിയങ്ക ചോപ്രയുടെ ഒരു സ്ക്രബ്ബറാണ്. കടലമാവാണ് ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കടലമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് വളരെ നല്ലതാണ്, ടാൻ എല്ലാം കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഞാൻ നല്ല കട്ട തൈര് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതും ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫേസിന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്, അല്ലാണ്ട് നമ്മൾ കറിയിലിടുന്ന ആ ഒരു മഞ്ഞൾപ്പൊടിയല്ല. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതിനകത്ത് ഒത്തിരി കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഒരു സാൻഡൽവുഡ് പൗഡറാണ്, അതായത് ചന്ദനത്തിൻ്റെ പൗഡർ, അത് 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി വേണ്ട ഫ്രഷ് മിൽക്കാണ്. ഫ്രഷ് മിൽക്ക് ഒരു 2 ടീസ്പൂൺ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒത്തിരി ലൂസായി പോവും, ഒത്തിരി ഒന്നും അധികം കൊണ്ട് ചേർത്ത് കൊടുക്കണ്ട. നമ്മുടെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ടീസ്പൂണാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു നാരങ്ങയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ ഫുള്ളായിട്ട് വേണം, അതൊന്ന് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു പേസ്റ്റ് പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ട. ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഒരു പേസ്റ്റ് പരുവത്തിൽ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഫേസിലും അതുപോലെ തന്നെ കയ്യിലും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ടാനൊക്കെ പോകാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ എവിടെയൊക്കെയാണോ ടാൻ വേണ്ടിയിട്ടുള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് എൻ്റെ മുടി ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫേസിലും മുടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അതിനുശേഷം ഞാനിത് ഫേസിലാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തൊന്ന് തുടച്ച് കൊടുത്താണ് കേട്ടോ. എന്തൊരു പാക്കാണെങ്കിലും എന്ത് സ്ക്രബ്ബറാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊന്ന് ഫേസൊക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി അതിന് ശേഷം വേണം നമ്മൾ എന്തൊരു പാക്കാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ നല്ല സ്മൂത്താണ് ഈ ഒരു പാക്ക്. നമുക്ക് ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു കംഫർട്ടാണത്. സാധാരണ ഒരു ഒട്ടലോ അങ്ങനെ ഒന്നുമില്ല. ഇത് നല്ലൊരു പാക്കാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടും കൂടി തന്നെ, എന്നാൽ മാത്രമാണ് എനിക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ വീണ്ടും വരാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബൈ ബൈ.